കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് വൈസ് ചാൻസലർ എൻ്റെ കഴുത്തേലോട്ടിട്ടത് കുഞ്ഞു പിള്ളേന്ന് എഴുതിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റി സർവീസ്. 30ഓളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ കൈകൊണ്ട് എഴുതി അതിൻ്റെ കോപ്പി. ഇത് ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഈ പ്രൊപ്പഗണ്ടയുടെ ഒന്നും പുറകെ പോയതല്ല. ഇതിനെല്ലാം നിമിത്തങ്ങളാണ്. സാനി എന്ന് പറയുന്ന ഒരാൾ കമ്മ്യൂണിറ്റി കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ഇതുവഴി പോയി. അപ്പം ഞാൻ 35 വർഷം മുൻപ് ഇവിടെ വരുമ്പോൾ ഈ വീട് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ലേക്ക് വിൻസ് ഡ്രൈവ് മുഴുവൻ കാടായിരുന്നു. അവിടെ ഒന്ന് ചിന്തിച്ചേ. അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം, അതിനു മുൻപ് ഞാൻ താമസിച്ചിരുന്നത് ഹൂസ്റ്റണിലാണ് ആയിരുന്നു. ചിലപ്പോൾ ഇച്ചിരി ഓർമ്മകളുണ്ട്. അവിടെ ആയിരുന്നു അന്നേരത്തെ എൻ്റെ രണ്ടാമത്തെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും ബസ്സിന് വിട്ടിട്ടില്ല. ഞാൻ അവരെ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ഇവിടെ ഡ്രൈവിങ് പഠിക്കാൻ വന്നപ്പം ഈ ബ്രൈറ്റ് വാട്ടറിന് കണ്ടു. അന്നേരം ആ ലേക്കിൻ്റെ അതിലൂടെ ഇങ്ങോട്ട് കയറി ഇതിലൂടെ വന്നപ്പോൾ ഒരു വീട് ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അന്നേരം ആ ഇത് 1919 ബിൽറ്റാണ്. അതെ. അന്നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ ഏജന്റിനോട് പറഞ്ഞു ഒന്ന് തുറന്ന് കണ്ടപ്പോൾ എനിക്ക് ആ ക്ലോസറ്റ് രണ്ടുമാണ് ഇഷ്ടപ്പെട്ടത്. ഒന്ന് കൃഷ്ണനെ അന്ന് മനസ്സിൽ തോന്നിയതാ. അങ്ങനെ ഇവിടെ വരുന്നേ. അപ്പോൾ ഇവിടെ എങ്ങും ലൈറ്റൊന്നുമില്ല, മുഴുവൻ കാടാണല്ലോ. അങ്ങനെ ഇവിടെ വരുന്നത്. അപ്പം തുളസി, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്ന് അല്പം ഗാർഡൻ ഉണ്ട് ബാക്കിൽ. ഇങ്ങനെ നടക്കുമ്പം ഒരു ദിവസം ഒരു കൊച്ചു ചെടി അവിടെ നിൽക്കും. ഞാൻ ഓർത്ത് ഞാൻ ചീര നട്ടില്ലല്ലോ, ഇത് പിന്നെ ഇവിടുന്ന് വന്നു. അന്നൊന്നും ആരുമില്ലല്ലോ, പൂവുമില്ല, ഒന്നുമില്ല. ഞാനത് 2 ദിവസം വെള്ളം തളിച്ചു. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ യു ഡോണ്ട് ബിലീവ് ഇറ്റ് വാസ് എ കൃഷ്ണ തുളസി. ഈ കാട്ടിൽ 35 വർഷം മുമ്പ് എവിടുന്ന് കൃഷ്ണ തുളസി വന്നു? അതെ. അങ്ങനെ പിന്നെ അതിനെ ഞാൻ വളർത്തി. എല്ലാ വർഷവും വെള്ളം തളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുൻപിൽ കൂടി ഒരു സ്ത്രീ പോയി. അന്ന് ഹിന്ദുവാ. അന്നേരം കഥകിന് വന്ന് കൊട്ടി. ആർ യു ഇന്ത്യൻ? ഐ സെഡ് യെസ്. യു ഹിന്ദു? ഐ സെഡ് യെസ്. ക്യാൻ ഐ ഹാവ് എ തുളസി പ്ലാന്റ്? ഐ ആം ഓൾസോ ഹിന്ദു. സാനി എന്തുവായിരുന്നു ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിലെ ആ ട്രസ്റ്റി പെണ്ണിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അവളായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു കമോൺ കമ്മിൻ. അന്നേരം കയറി വന്നു. അപ്പോൾ കുറേ ഫോട്ടോ ഇവിടെ ഉണ്ട്. അതെല്ലാം എടുത്തിട്ട് അവൾ കമ്മ്യൂണിറ്റി കോളേജ് ട്രസ്റ്റി ആയിരുന്നു. അതാ കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. അപ്പോൾ അവരെന്നെ വിളിച്ചു. വി കെയിം ടു നോ അബൌട്ട് യു 2016. ആൻഡ് ഹൂ ആർ യു? വി വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യു. അങ്ങനെ എന്നോട് പറഞ്ഞു നീ ചെയ്ത ഫോട്ടോ ഒക്കെ പിന്നെ എടുത്തു. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു 30 കാര്യങ്ങൾ ഞാൻ എഴുതി, കൈകൊണ്ട് എഴുതി. എനിക്ക് പ്രിൻറ്റിങ് ഒന്നും അറിയില്ല. അയച്ചു കൊടുത്തു. അങ്ങനെയാണ് 2016 മെയ് 14 NRG സ്റ്റേഡിയത്തിൻ്റെ ഇന്ത്യൻ പ്രസിഡന്റ് മോദിജി വന്ന അവിടെ വെച്ചാണ് എനിക്ക് ഇതെൻ്റെ അവാർഡ് പ്രൈസ് ഓണററി ഡിഗ്രി കിട്ടുന്നത്.